ഹസന ഉംറ സംഘം ത്വായിഫിലേക്കുള്ള യാത്രയിലാണുള്ളത്. പ്രഭാതം നാസ്ത കഴിച്ചു, രാവിലെ തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ്. കാരണം ത്വായിഫിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് എന്നുള്ളത് കൊണ്ട്. ശരാശരി 80 കിലോമീറ്റർ പോയാലാണ് ത്വായിഫിലേക്ക് എത്തുക. സ്വാഭാവികമായി മക്കയെ വെച്ച് നോക്കുമ്പോൾ എത്രയോ വ്യത്യസ്തമായ കാഴ്ചകളാണ് ത്വായിഫിലുണ്ടാവുക. ത്വായിഫ് എന്ന് പറഞ്ഞാൽ മക്കയും മക്കയുടെ പരിസര പ്രദേശങ്ങളെല്ലാം ജബലുകൾ, മലകൾക്കായി മുന്നോട്ട് പോകുമ്പോൾ ത്വായിഫ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് മനോഹരമായ സ്ഥലങ്ങളും മക്കയെ അപേക്ഷിച്ചിടത്തോളം നല്ല മക്കയിൽ കഠിനമായ ചൂടുള്ളപ്പോഴും അവിടെ നല്ല തണുപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഏതായാലും അൽഹംദുലില്ലാ രാവിലെ തന്നെ എല്ലാവരും തയ്യാറായി ആദ്യം തന്നെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മുടെ ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ പൊതുവെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുള്ള സമയമാണ് ഈ ഹറമിൻ്റെ പരിധിയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സുകൾ മുഴുവനായി ഇങ്ങോട്ട് കയറ്റുക എന്നുള്ളതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നേരെ താഴേക്കിറങ്ങി ബസ് എവിടെയാണോ പാർക്ക് ചെയ്തത് അവിടെ പോയി കയറാം എന്നുള്ള ഉദ്ദേശത്തോടെ ബസ് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കാണുന്ന മനോഹരമായൊരു കാഴ്ച കണ്ടില്ലേ? ഇതൊരു തുരങ്കമാണ്. എത്ര മനോഹരമായ രീതിയിലാണ് ഈ സൗദി ഗവൺമെൻറ് ഈ തുരങ്കമെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബസ്സിൽ നമ്മൾ കയറി. നമ്മുടെ ബസ്സിൽ ഡ്രൈവർ മലയാളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കയറിയത് മുതൽ നമുക്ക് നല്ല മനോഹരമായ മദ്ഹ് ഗാനങ്ങളെല്ലാം പാടാൻ വേണ്ടി നമ്മുടെ കൂടെ ഇത്തവണ യാത്രയിൽ നമ്മൾ ഹാഫിദ് ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ മദ്ഹ് ഗാനങ്ങളെല്ലാം നമുക്കൊന്ന് കേട്ട് നോക്കാം. മഹനീയ നാമം ഉറക്കുന്ന നേരത്ത് എന്റെ മനസ്സുള്ളിൽ കുളിരും അവളുടെ ഓർമ്മയും എത്തുന്നു ചാരത്ത് പതിച്ചിടണേ ആ പുണ്യശീല് പതിച്ചുവെന്നാൽ ആഹാ ആഹാ ഹബീബായോരേ അള്ളാണത്ത രാഗന്തിന അങ്ങയെ കാണാത്ത കണ്ണെന്തിന അങ്ങയെ കേൾക്കാത്ത കാതെന്തിന അങ്ങയെ ചൊല്ലാത്ത നാവെന്തിന അങ്ങയെ വായിക്കാത്ത ചുണ്ടെന്തിന. ഹുനൈൻ ശുഹദാക്കളുടെ മഖ്ബറ കാലത്ത് അന്ന് ഇവിടെ തലവെട്ട് പള്ളിയായ അതായത് നമ്മള് ഇവിടെ എന്തെങ്കിലും വിഷയങ്ങളെ തലവെട്ട് സംഭവല്ലേ, അങ്ങനെ തലവെട്ട് പള്ളിയുടെ ഇത് കണ്ടില്ലേ? ത്വായിഫിന്റെ വളരെ മനോഹരമായ പ്രദേശങ്ങൾ കാണാൻ നമ്മൾ ഇത്ര ദിവസം മക്കയിൽ കണ്ട ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത സ്ഥലങ്ങളെ അതേ മക്കയുടെ പരിസര പ്രദേശമായി കാണുന്നത്. ത്വായിഫിലാണുള്ളത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പാപ്പ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പാപ്പയുടെ ദർബാർ സിയാറയ്ക്ക് വേണ്ടി ഹസന ഉംറ സംഘം വന്നതാണ്. അങ്ങനെ ഇവിടെ സിയാറയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പള്ളിയിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പാപ്പയുടെ വീട് കാണിച്ചു കൊടുക്കണം, ലൈബ്രറി കാണിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ വഴിയെ കാണാം. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ പാപ്പയുടെ പള്ളിയുടെ അകംവശമാണ് ഈ കാണുന്നത്. മനോഹരമായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ ഇത് മാത്രമല്ല, ഇവിടുത്തെ ഓരോ ബീമുകളും അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് എല്ലാ ബീമുകളും ഉള്ളത്. എന്തായാലും പള്ളിയിൽ കയറി സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ പാപ്പയുടെ ദർബാറിന് ചാരയുള്ള ഒരു പള്ളിയാണ് കണ്ടില്ലേ? തങ്ങളെ പേരിൽ നിർമ്മിച്ച പള്ളിയാണ്. ഇതിങ്ങനെ വന്ന് ഇതാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങൾ പാപ്പയുടെ ദർബാർ ഈ കെട്ടിനകത്ത്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് തങ്ങൾ പാപ്പയുടെ പേരുള്ള ഒരു ലൈബ്രറിയാണ് ഇത്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഉള്ളത് ഇപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ദർബാറിലാണ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയുടെ മകനാവുന്ന അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുപ്പാപ്പ. മഹാനവറുകൾ ജനിച്ച സമയത്ത് മഹാനവറുകളുടെ ഉമ്മ വന്നിട്ട് മഹാനവറുകളെയും കൊണ്ടുവന്നിട്ട് ആരംഭപ്പൂവിൻ്റെ അടുത്തേക്ക് വന്ന്, എന്നിട്ട് ആരംഭപ്പൂവിനോട് മന്ത്രിച്ചത് മധുരം കൊടുക്കാൻ വേണ്ടി. നമ്മൾ ആദ്യം തന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ മധുരം കൊടുക്കാറില്ലേ? ഈ മധുരം കൊടുക്കാനും നല്ലൊരു കുഞ്ഞിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി മന്ത്രിച്ചുതാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിന് മന്ത്രിച്ചോതി. തങ്ങൾ ദുആ നിർത്തും, അല്ലാഹുമ്മ അൽഹിമിൽ ഇൽമ വ തഅ്വീല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ ഈ കുഞ്ഞിന് എന്താ നല്ല ഇൽമും നല്ല ഖുർആനൊക്കെ മനഃപ്പാടമാക്കി കൊടുക്കണേ എന്നുള്ള ദുആ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ നിർത്തും. ആരംഭപ്പൂവിന്റെ നാവ് കൊണ്ട് ദ്വാരുന്ന പിന്നെ അവിടെ ചർച്ചയില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. മുത്തിന്റെ നാവ് കൊണ്ടെന്ന് പറഞ്ഞു കിട്ടിയാൽ അത് കിട്ടലാണ്. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ദുആ ചെയ്തതിന്റെ ഫലമെന്നോളം മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുപ്പാപ്പ വലിയ പണ്ഡിതനായി മാറി. റഈസുൽ മുഫസ്സിരീൻ, പരിശുദ്ധമായ ഖുർആനൊക്കെ പല കാര്യങ്ങളിലും നേതൃത്വം കൊടുക്കുന്ന വലിയ ഒരു നേതൃത്വത്തിൽ എത്തിപ്പെട്ടു മഹാനവറുകൾ. അത്രയധികം വലിയ സ്ഥാനം മഹാനവറുകൾക്ക് എത്തിപ്പെട്ടു എന്നർത്ഥം. അങ്ങനെ മഹാനവറുകൾ പിൻകാലത്ത്, അന്ന് മക്കയിലാണുള്ളത്, പിൻകാലത്ത് മക്കയിലെ ജീവിതം മതിയാക്കിക്കൊണ്ട് മഹാനവറുകളുടെ ത്വായിഫ് എന്ന ഈ നാട്ടിലേക്ക് താമസം മാറി. ആരംഭപ്പൂവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഇങ്ങോട്ട് താമസം മാറിയപ്പോൾ അന്നുണ്ടായിരുന്ന മക്കയിലെ പ്രമുഖന്മാരും എല്ലാവരും ബന്ധമുള്ളവരൊക്കെ ചോദിച്ചു, എന്തേ നിങ്ങൾ പരിശുദ്ധമായ ഹറമിലായിരുന്നല്ലോ നിങ്ങളുടെ ജീവിതം, പരിശുദ്ധമായ കഅബാലയുമായി ബന്ധപ്പെട്ടല്ലേ ജീവിതം, അതുപോലെ തന്നെ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്ന പരിശുദ്ധ മക്ക, അത്ര മഹത്വം തന്നെ ത്വായിഫിനില്ല, അന്നും ഇന്നുമില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. എന്നിട്ടും എന്തിനാ നിങ്ങൾ ത്വായിഫിലേക്ക് താമസം മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുപ്പാപ്പ പറഞ്ഞ മറുപടി എന്താ അറിയോ? എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കറാഹത്ത് അള്ളാന്റെ ഹറമിൽ നിന്ന് സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നത് കൊണ്ടാണ് ഞാൻ താമസം ഇങ്ങോട്ട് മാറിയത്. വലിയൊരു പാഠമുണ്ട് അതിൽ നിന്ന്. എന്താ പാഠം മനസ്സിലായ ഞങ്ങൾക്ക്? ഒരു കറാഹത്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് അള്ളാന്റെ ഹറമെന്ന് നമ്മൾ താമസിക്കുന്ന ഇവിടെ അള്ളാന്റെ ഹറമില്, മനസ്സിലായില്ലേ? ഹറാമിനെ കുറിച്ചല്ല പറയണേ. അവരൊക്കെ ആ അള്ളാന്റെ ഹറമിനെ ബഹുമാനത്തോടെ കണ്ടിരുന്ന രൂപതായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവരൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ജീവിതം ഖൈറിലാക്കുമാറാവട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ. ചെറിയ രൂപത്തിൽ ഫാത്തിഹ ഓതാ, ദുആ ചെയ്യാ, പിരിയ. ഈ കാണുന്നുണ്ടല്ലോ അവിടെ മക്തബ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങോട്ട് നോക്കൂ, വലിയ നോക്കുന്നില്ലല്ലോ. അതെന്താ വെച്ചാൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ പേരിൽ പിന്നെന്തായി തുടങ്ങുന്ന മക്തബയാണ്, അതായത് ലൈബ്രറി. മനസ്സിലായില്ലേ കേട്ടാ? اللهم بارك لنا في جميع أمورنا وفي جميع في كل ما أعطيتنا وقنا ربنا شر ما قضيت ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين. ربنا آتنا من لدنك رحمة وهيئ لنا من ത്വായിഫ് യാത്രയില് നമ്മളെ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ദർബാർ സിയാറ കഴിഞ്ഞാൽ പിന്നെ പോവാറുള്ള സ്ഥലമാണ് മസ്ജിദുൽ ഹുനൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. അതായത് നമ്മുടെ ഇന്ത്യക്കാരുണ്ടാക്കിയ പള്ളി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാലും അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു മനോഹരമായൊരു ഇടം കണ്ടില്ലേ? വളരെ ഭംഗിയായിക്കൊണ്ടാണ് ഇതിനെ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്ന് ബ്രേക്ക് ചെയ്യ്, എല്ലാവരും വന്നില്ലെങ്കിൽ ആകെ. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയാണ് ഇവിടെ എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ കടകളും കാര്യങ്ങളും എല്ലാം കണ്ടേ. ത്വായിഫിലെ ഒരു മനോഹരമായ ഇടം തന്നെയാണിത്. മസ്ജിദുൽ ഹുനൂദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പള്ളി, മസ്ജിദുൽ ഹുനൂദ് എന്ന ഈ പേരിൽ ഇത് അറിയപ്പെടുന്നു. പലരും പറയുന്നു ഇത് ഇന്ത്യക്കാരുണ്ടാക്കിയ പള്ളിയാന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും അങ്ങനെ മസ്ജിദുൽ ഹുനൂദ് എന്ന പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ഈ
പള്ളിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ളതാണ് ആദ്യമേ പറഞ്ഞത് കേട്ടോ. പണ്ഡിതന്മാർ തന്നെ അത് ഉള്ളതാണെന്നുള്ളതുകൊണ്ട് ഇല്ലാത്തതാണ്, രണ്ടാളും നമ്മൾ അറിഞ്ഞിരിക്കുക, നിഷേധിക്കണ്ട. മസ്ജിദുൽ ഹുനൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊക്കെ നാട്ടിൽ സുപരിചിതനായ ഒരു വലിയാണ് ആര്? ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയില്ല ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പാനെ. സിയാർ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ സിയാർ ചെയ്യാം കേട്ടോ, ദുആഇന് ഇജാബത്തുള്ള ആളാ ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പ. അന്ന് കാലത്ത് ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പയുടെ ഷെയ്ഖും അതുപോലെ തന്നെ ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പയുടെ കൂട്ടുകാരൻ്റെ ഷെയ്ഖും, അതായത് ബൈത്താൻ മുസ്ലിയാർ, രണ്ടു പേരുടെയും ഷെയ്ഖാണ് മമ്പുറം തങ്ങൾ ഉപ്പാപ്പ. രണ്ടുപേരും ഉസ്താദാണ് കൂട്ടിക്കൊടുക്കുക പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഏതായാലും ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പ ദുആഇന് പെട്ടെന്ന് ഇജാബത്തിട്ടുള്ള ആളാണ്. എന്ത് ദുആയിരുന്നാലും വേഗം ഇജാബത്തിട്ടും. അതാണ് ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പയുടെ പ്രത്യേകത. അങ്ങനെ ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പ ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പൈസ വാങ്ങും ചെയ്യും, നല്ല ഇജാബത്ത് കിട്ടും, പൈസയും വാങ്ങും. ആ ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പ പറയാറുള്ളത് എന്താ? അത് പള്ളി നിർമ്മിക്കാനാണെന്നൊക്കെ പേരിലാണ് വാങ്ങാറുള്ളത്. ഇത് കൂടെ ഉണ്ടായിരുന്ന ബൈത്താ മുസ്ലിയാർക്ക് എന്തെങ്കിലും വേണ്ടത്ര ലയിച്ചില്ല. ഇങ്ങനെ പൈസ വാങ്ങാൻ കണ്ടപ്പോഴേ അവർ തങ്ങളോട് ഉസ്താദാവുന്ന മമ്പുറം തങ്ങൾ ഉപ്പാപ്പയോട് പറഞ്ഞു, നമ്മുടെ ഉമർ ഖാദി ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട്, ഇജാബത്ത് കിട്ടുന്നുണ്ട്, എല്ലാവരുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങുന്നുണ്ട്, പള്ളി നിർമ്മിക്കാവുന്ന പേരിലാണ്, എന്നാൽ ഇവിടെ ഒന്നും നിർമ്മിച്ചതായി കാണുന്നില്ല. ഇങ്ങനെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞപ്പോൾ മമ്പുറം തങ്ങൾ ഉപ്പാപ്പ എന്ത് പറഞ്ഞാൽ ബൈത്താ മുസ്ലിയാരോട്, നിങ്ങൾ അടുത്ത വർഷത്തെ ഹജ്ജിന് എന്ത് ചെയ്യണം? ഹജ്ജിന് പോകണം. ഹജ്ജ് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നാലിന്ന സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കണം. അതിലെന്താ ഒരുപാട് ലിസ്റ്റ് കൊടുത്തതിൽ ഈ തോയിഫും തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ ലിസ്റ്റ് കൊടുത്ത്, അതായത് ഹജ്ജ് കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ പോരുന്നില്ല ഉംറ സിയാർ, ഇതുപോലെ നിങ്ങളും സിയാർ പോകണമെന്ന് എന്ത് ചെയ്യും? മമ്പുറം തങ്ങൾ ഉപ്പാപ്പ നിർദ്ദേശിച്ചു. ആ നിർദ്ദേശപ്രകാരം ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പയുടെ സുഹൃത്തായ ബൈത്താ മുസ്ലിയാർ അങ്ങനെ എന്തായി ഹജ്ജെല്ലാം കഴിഞ്ഞ് സിയാറക്ക് പോവാം. ഓരോ സ്ഥലങ്ങൾ സിയാറത്ത് പോകുമ്പം പല സ്ഥലങ്ങളും കാണുന്ന രംഗം എന്താ? പല സ്ഥലങ്ങളും ചില പള്ളികൾ അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ട്, ചില സ്ഥലത്തെ പള്ളികൾ പുനർനിർമ്മിക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ഈ ബൈത്താ മുസ്ലിയാർ അവിടുത്തെ പണിക്കാരോട് ചോദിച്ച്, കാരണം ഇത് പറഞ്ഞാണല്ലോ ഇന്ന സ്ഥലത്ത് വിസിറ്റ് ചെയ്യണം, അവിടെയാണ് ഈ പ്രത്യേകത കാണുന്നത്, ഇത് ആരാണ് ഈ പള്ളിയിൽ പോയി എന്താ സംഭവം, നിങ്ങൾ ഈ പള്ളിയിൽ ജോലി, കാരണം അന്ന് കാലത്ത് ഇവിടെ സൗദി ഗവൺമെൻറ് പറ്റ പാവങ്ങളാണ്. ഇവർ ഈ എണ്ണ വന്നതിന് ശേഷമാണ് ഇവർ കുറച്ചെങ്കിലും സാമ്പത്തികം ഉയർന്നു വന്നത്. അപ്പോൾ ഇതെല്ലാം ആരാ നിർമ്മിക്കുന്നത് ചോദിച്ചപ്പോൾ ബൈത്താ മുസ്ലിയാരോട് അന്ന് ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ച്, അതായത് അന്ന് അവിടെ ജോലിക്കാർ പറഞ്ഞു, ഇത് ഇന്ത്യയിലെ ഉമർ എന്നുള്ള ഒരു വ്യക്തിയാണ്, ഉമർ എന്നുള്ള വ്യക്തിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ ചെയ്യുന്നത് ഈ നിർമ്മാണത്തിലുള്ള സാമ്പത്തികമെല്ലാം മുടക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല അതിന് മുമ്പത്തെ ആഴ്ച ബൈത്താ മുസ്ലിയാരും ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പയും നാട്ടിൽ വെള്ളിയാഴ്ച ജുമാ കൂടിയുണ്ട്. ഇവർ പറയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ ജോലിയുടെ കൂലി തന്നിട്ടാണ് അവർ പോയത്. മനസ്സിലായില്ലേ? നാട്ടിൽ വെള്ളിയാഴ്ച പള്ളി ജുമാ കൂടിയുണ്ട്, ആ ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പ ഇവിടെ വന്നിട്ട് ക്യാഷ് എന്നിട്ടാണ് പോയത്. ഇതങ്ങോട്ട് കേട്ടതോടെ എന്തായി? ഇവർക്ക് മനസ്സിലായി, ബൈത്താ മുസ്ലിയാർക്ക് അള്ളാഹ് എൻ്റെ കൂട്ടുകാരൻ ചില്ലറക്കാരനല്ല, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എന്ന് മനസ്സിലായി. അതോടെ ബൈത്താ മുസ്ലിയാർ എന്തു പറഞ്ഞു? ബൈത്താ മുസ്ലിയാർ തിരിച്ച് നാട്ടിലെത്തി മമ്പുറം തങ്ങൾ ഉപ്പാപ്പാനെ കാണാൻ വേണ്ടി പോയപ്പോൾ മമ്പുറം തങ്ങൾ ഉപ്പാപ്പ ആദ്യം ചോദിച്ചത്, ബൈത്താനെ എൻ്റെ മേലുള്ള ഷെയ്ത്താനൊക്കെ പോയോന്നോ? മനസ്സിലായില്ല? അതായത് ഉമർ ഖാദി എന്നുള്ളവർ ചില്ലറക്കാരനല്ല എന്നുള്ളതും നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ് എന്നുള്ളതും ആ ഒരു തെറ്റായ ചിന്താഗതി പോയോന്ന്. അപ്പം അത്രയധികം എന്താ വെച്ചാൽ പറയപ്പെടുന്ന വിഷയം അതൊക്കെ കേട്ടാ, അത്രയധികം ചരിത്രങ്ങളിൽ എന്താണ് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് ഉമർ ഖാദി തങ്ങൾ ഉപ്പാപ്പ. ഒരുപാട് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽപ്പെട്ടൊരു പള്ളിയാണ് ഇത് എന്നാണ് എന്തിന് പറയപ്പെടുന്നത്. ഓക്കെ, പറയപ്പെടുന്നതിനും അങ്ങനെ തന്നെ പറയണ്ടേ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, നാളെ നാട്ടിലേക്കും നിങ്ങൾ ഉമർ ഖാദിൻ്റെ പള്ളി ഒന്ന് നോക്കും, ഹസനെ വന്നിട്ട് കണ്ടില്ല എന്നാവാൻ പാടില്ല. ഇവിടെ കണ്ടില്ലേ നല്ല മനോഹരമായ രീതിയിൽ ഇവിടെ ഡിസൈൻ ചെയ്ത് കണ്ടില്ലേ, അടിപൊളിയാക്കി തോയിഫിൻ്റെ ഓരോ വശങ്ങളും. അറബികളെ വീടും കാനൊക്കെ പണ്ട് കാലത്ത് അറബികളെ വീടും കാനം അങ്ങനെ ഉണ്ടായിരുന്നതിനൊക്കെ ഒരു പഴയ രൂപമാണ്. ജസ്റ്റ് കാര്യം കണ്ടോളി. പഴയ കാലത്ത് അറബികളുടെ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നുള്ള തലമുറക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയ ഒരു നിർമ്മിതിയാണിത്. കണ്ടില്ലേ? ഇതിനകത്ത് മുഴുവനും പഴയ കാലത്തെ അതേ രൂപങ്ങളാണുള്ളത്. അന്ന് കാലത്ത് അറബികളോ വീടുകളുണ്ടായിരുന്ന ഇരുന്നിരുന്ന ഇരിപ്പിടത്തിന്റെ രൂപങ്ങൾ കണ്ടില്ലേ? മുഴുവനും അവിടെ ടി വിക്ക് മുകളിൽ പഴയ ടി വി പിന്നെ എന്നാ
തോയിഫിൽ വന്ന പ്രധാനപ്പെട്ട ഇവിടുന്ന് എല്ലാവരും വാങ്ങാറുള്ള ഒന്നാണ് ഈ അത്തിപ്പഴം എന്നുള്ളത്. കണ്ട 10 റിയാലാണ്, 10 രൂപയുടെ അത്തിപ്പഴമാണിത്. ഇവിടെ ഒരുപാട് അങ്ങനെ വാങ്ങട്ടും അത്തിപ്പഴം അല്ലാത്തെല്ലാം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ദർബാറും പരിസരവും എല്ലാം കണ്ടതിന് ശേഷം മസ്ജിദുൽ ഹുനൂദിലെ കാഴ്ചകളെല്ലാം കണ്ടു. അങ്ങനെ നമ്മുടെ ഉംറ സംഘം തിരിച്ച് ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ കാണാനും അറിയാനും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച തങ്ങളുടെ ഓരോ സംഭവങ്ങൾ കേൾക്കാനും വേണ്ടി അടുത്ത പിന്നെ കിട്ടൂല. ഈ മദീനപ്പുറത്ത് ഒന്ന് പൊന്തി നോക്കണേ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളുപ്പാപ്പ ഹയാത്തുള്ള കാലത്ത് തങ്ങൾ ജീവിച്ചിരുന്ന മനസ്സിലായി തങ്ങളുപ്പാപ്പാന്റെ വീട് അല്ല ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ചാണ് അവർ ദർസ് നടത്തിയിരുന്ന സ്ഥലം എല്ലാം കൂടെ. ഇനി നോക്ക് വലതു ഭാഗത്ത് പഴയ കോടതി നിങ്ങളെ പ്രസംഗത്തിനടുത്ത് മറന്നു വന്നിട്ടാ കാര്യങ്ങൾ പിന്നെ കിട്ടൂല. തോയിഫിലെ പഴയ കോടതി കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് അദ്ദാസിന്റെ തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ തോട്ടത്തിലേക്കാണ്. അദ്ദാസിന്റെ തോട്ടത്തിലേക്ക് പലപ്പോഴും തോട്ടത്തിലേക്ക് പ്രവേശിക്കൽ പൊതുവെ കുറവാണ്. ഏതായാലും നമ്മുടെ യാത്ര എല്ലാ ബാച്ചും കൂടെ പ്രവേശിക്കാറുണ്ട്. അവിടെ കയറണമെങ്കിൽ പ്രത്യേകം പാർക്കിംഗ് ഫീ എല്ലാം നൽകൽ നിർബന്ധമുള്ള കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു ഗല്ലിയിലൂടെ മെയിൻ ഹൈവേയിലേക്കായിരുന്നു. കണ്ടില്ലേ, മെയിൻ ഹൈവേയിലേക്കായിരുന്നു. തോയിഫിനെ അപേക്ഷിച്ച് എവിടെ നോക്കിയാലും മനോഹരമായ സ്ഥലങ്ങൾ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കണ്ണിന് കൺകുളിർമയാവുന്ന സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞാൽ എല്ലായിടങ്ങളിലും മലകളും മറ്റും കണ്ട് നമുക്ക് കണ്ണിന് ഒരു വേണ്ടത്ര മനോഹരമായ കാഴ്ചകൾ കുറയുമ്പോൾ തോയിഫ് അതിനെല്ലാം വ്യത്യസ്തമായി കൊണ്ട് ബിൽഡിങ്ങുകൾ കുറവാണ്. എന്നാൽ ഉള്ള സ്ഥലങ്ങളൊക്കെ പച്ചപ്പുള്ള സ്ഥലങ്ങൾ നല്ല മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയത്. എല്ലാത്തിലുപരി അവിടുത്തെ ആംബിയൻസ് ആണെങ്കിൽ അതും തണുപ്പുള്ള പ്രദേശം. അങ്ങനെ എന്തുകൊണ്ടും വളരെ സന്തോഷമുള്ള ഒരു ഇടമാണ് തോയിഫ് എന്നുള്ളത്. ഈ ഹൈവേകളുടെ ഇരുവശങ്ങളിലും നിങ്ങൾ നോക്കൂ, എത്രമാത്രം മരങ്ങളാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഇവിടെ വളരണമെങ്കിൽ ഈ സൗദി അറേബ്യയുടെ അവിടുത്തെ ചൂട് ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ വളരാൻ ഒരിക്കലും സാധ്യമായ കാര്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോയിഫുകാർ വല്ലാതെ വേദനിപ്പിച്ചപ്പോൾ തങ്ങൾ അന്ന് ക്ഷീണം കൊണ്ട് കുടിച്ചിരുന്നൊരു കിണറാണ്. ഈ കിണറിലെ വെള്ളം തങ്ങൾ കുടിച്ചിരുന്നു. ഇതൊരു കിണറാണ്. തങ്ങൾ ഇരുന്ന സ്ഥലം എന്നും പറയപ്പെടുന്നുണ്ട്. തങ്ങൾ ആദ്യമായി ഇരുന്നിരുന്ന സ്ഥലം എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നു. ഇനി നേരെ അദ്ദാസിൻ്റെ തോട്ടം അവിടേക്കുള്ള പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. അദ്ദാസിൻ്റെ തോട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ. അദ്ദാസിൻ്റെ തോട്ടം സാധാരണ ഉംറയ്ക്ക് വരുമ്പോൾ പലരും ഇവിടെ ഇറങ്ങാറില്ല. ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇവർക്ക് നമ്മൾ 20 രൂപ ഫൈന് പാർക്കിംഗ് ഫീ കൊടുക്കണം. അങ്ങനെ അദ്ദാസിൻ്റെ മോസ്ക് ഇവിടെ എഴുതിച്ചില്ല, അദ്ദാസ് മോസ്ക് എന്ന് പറയുമ്പോൾ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന് ഒറിജിനൽ സാക്ഷ്യം വഹിച്ച സ്ഥലം. അതാണ് അദ്ദാസിൻ്റെ തോട്ടം എന്നുള്ളത്. ഏകദേശം സമയം ഇവിടെ 9 മണിയായപ്പോഴേക്കും നല്ല വെയിലും കുഴപ്പമില്ലാത്ത ചൂടുണ്ട്. ഒരുപാട് ഉംറക്കാർ ഇങ്ങോട്ട് വരുന്നു എങ്കിലും ഇവിടെ ഈ പാർക്ക് അദ്ദാസിൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നവർ വളരെ കുറവാണ്. പഴയകാല രീതിയിലാണ് ഇവിടെ നിർമ്മിതികളെല്ലാം ഉള്ളത്. പുരാതന അറബിക് സ്റ്റൈൽ എങ്ങനെയുണ്ടോ കണ്ടില്ലേ, ഇവിടുത്തെ ഈ ചുമരുകളും കാര്യങ്ങളൊക്കെ ഇത്രയധികം സൗദി അറേബ്യ ഡെവലപ്പായിട്ടും ഇപ്പോഴും ഒരു പുരാതന രൂപത്തിലാണ് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഉള്ളത്. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചൊരു സ്ഥലമാണ് ഈ തോയിഫ് എന്ന് പറയുന്ന ഈ സ്ഥലം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10ാമത്തെ വർഷം, അതായത് നുബൂവത്ത് ലഭിച്ച് 10ാമത്തെ വർഷം. മക്കക്കാര് ഒരു നിലക്കും മക്കക്കാരുടെ ശത്രുത കുറയുന്നില്ല. പലരും ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്.
എന്നാലും മക്കക്കാരെ പല രൂപത്തിലും ഹബീബിനെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ ചിന്തിച്ചു, ഇനി എന്താണ് ഒരു പിടിച്ചു നിൽക്കാനൊരു വഴി. അങ്ങനെ ചിന്തിച്ച് തങ്ങളുടെ മനസ്സിൽ വന്ന ആശയാണ്, എന്റെ പോറ്റുമ്മയായിരുന്ന, എന്നെ മുലയൂട്ടിയ ഹലീമതു സഅദിയ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ നാട്ടിലേക്കൊന്ന് പോയി അവിടേക്കൊന്ന് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ബന്ധം ഒരു പക്ഷെ അവരുടെ സപ്പോർട്ടെങ്കിലും കിട്ടിയാൽ എനിക്ക് ഈ ദീനിനെ ഒന്ന് വളർത്താലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വലിയ പ്രതീക്ഷയോടെ ത്വാഇഫിലേക്ക് വരികയാണ്. ചരിത്രം ഒരുപാട് അതിന് മുമ്പും പിമ്പും പറയാനുണ്ട്, ഞാൻ കഴമ്പുള്ള ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ത്വാഇഫിലേക്ക് പോരുമ്പോ തങ്ങളെ കൂടെയുള്ളത് ആരാണ്? സെയ്ദ് ബിൻ ഹാരിസ് തങ്ങളുപ്പാപ്പ. അന്ന് തങ്ങൾക്ക് എത്ര വയസ്സാ? നുബൂവത്ത് ലഭിച്ചത് 40-ാം വയസ്സിലെ. തങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ട് 50-ാം വയസ്സിലാണ് ഈ ത്വാഇഫ് എന്ന് പറയുന്ന നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഇവർ വന്ന് വലിയ പ്രതീക്ഷയോടെ ഇവിടേക്ക് വരികയാണ്. വന്നുകൊണ്ട് അന്ന് ഇവിടുത്തെ ഭരണാധികാരികളപ്പെട്ട 3 പ്രധാനപ്പെട്ടവരായിരുന്ന ഹബീബ്, അതുപോലെ തന്നെ 2-3 പേരുകളുണ്ട്. അങ്ങനെ മസ്ഊദ്, അങ്ങനെ ലയാലിൻ, അങ്ങനെ 3 ഇവിടുത്തെ പ്രമുഖന്മാരോട് അദ്ദേഹം അവിടുത്തെ അതായത് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനി പ്രബോധനത്തിന്റെ വശങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇസ്ലാം എന്താണ് എന്നുള്ളതും ഇസ്ലാമിനെ കുറിച്ചുള്ള വശങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ സമയത്ത് വലിയ പ്രതീക്ഷയിൽ വന്നിരുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഹബീബ് എന്നുള്ളത് പറഞ്ഞു, അല്ല മുഹമ്മദേ, അന്നെയാണോ അള്ളാഹു എന്തായത് നബിയാക്കി തീരുമാനിച്ച്? എന്നാ അങ്ങനെയാണെങ്കിൽ ഞാൻ കഅബയുടെ കില്ല എന്ത് ചെയ്യും? വലിച്ചു കീറുന്നു. രണ്ടാമത്തെ ആള് മസ്ഊദ് എന്നുള്ളത് പറഞ്ഞു, നിന്നെ അള്ളാഹു എന്തായി റസൂലായിക്കൊണ്ട് നിയമിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. നമ്മൾ പറയില്ലേ, ഓനെ കയ്യിലാണ് താക്കോൽ കൊടുത്ത് ഒന്നും പറയണ്ട കഴിഞ്ഞ്. മൂന്നാമതൊരാൾ പറഞ്ഞ എന്താ പറയില്ല, അയാൾ എന്നുള്ളവർ പറയാണ്, പടച്ചോൻ കൂടെയും തെറ്റുപറ്റിപ്പോയോ? അങ്ങനെ ഇതങ്ങോട്ട് കേട്ടപ്പോ വലിയ പ്രതീക്ഷയിൽ വന്നിരുന്ന ആരംഭപ്പൂവിന് വല്ലാത്ത വിഷമം തോന്നി. കാരണം മക്കയിൽ വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയല്ലേ ത്വായിഫിലേക്ക് വരുന്നത്. സ്വന്തം ഉമ്മയുടെ നാട്ടിൽ നിന്നും കൂടി ഇങ്ങനെ കേട്ടപ്പോ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ വേദനിച്ചു പോയി. തങ്ങള് അവരോട് പറഞ്ഞു, നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ അംഗീകരിക്കണ്ട, ഞാൻ ഈ വന്ന വിഷയം മറ്റാരോടും പറയാതിരുന്നാൽ മതിയെന്ന്. അങ്ങനെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 ദിവസത്തോളം ത്വായിഫിൽ താമസിച്ചു. തങ്ങൾ പല പ്രമുഖന്മാരെയും ബന്ധപ്പെട്ടു. ആരെങ്കിലൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവരിലൂടെ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ഇസ്ലാം മതം അതിന്റെ വഴിയിലേക്ക് ആക്കി തരാൻ വേണ്ടി. പക്ഷേ 10 ദിവസത്തോളം തങ്ങൾ പലരോടും ബന്ധപ്പെട്ടിട്ടും ഒരാൾ പോലും ആരംഭപ്പൂവിനെ അംഗീകരിച്ചില്ല. അങ്ങനെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50-ാം വയസ്സിൽ പ്രിയമുള്ളവരെ വളരെ വിഷമത്തോടെ തിരിച്ചു പോവാൻ തീരുമാനിക്കാം. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ പറഞ്ഞിരുന്ന ഈ ലയാലിൻ എന്നുള്ളവരും ഈ ഹബീബ് എന്നുള്ളവരും മസ്ഊദ് എന്നുള്ളവരൊക്കെ ഇവരെല്ലാരും കൂടി ആരംഭപ്പൂവിനെ ഭ്രാന്തന്മാരൊക്കെ അഴിച്ചുവിട്ടുകൊണ്ട് കല്ലേറും കുട്ടികളെ അഴിച്ചുവിട്ടുകൊണ്ട് കല്ലെറിയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ആ കല്ലേറ് കൂടെ ഉണ്ടായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ് തങ്ങളുപ്പാപ്പ ആദ്യമൊക്കെ തടുത്തു. പക്ഷേ സെയ്ദ് ബിൻ ഹാരിസ് തങ്ങളുപ്പാപ്പാന്റെ നെറ്റിയിലേക്ക് ഒരു കല്ലേറ് വന്നപ്പോ രക്തം ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തടുത്തു നിർത്താൻ സെയ്ദ് ബിൻ ഹാരിസ് തങ്ങളുപ്പാപ്പായ കഴിയാത്ത പക്ഷം വന്നു. ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിയാൻ തുടങ്ങി. എത്രത്തോളം ചോദിച്ചാൽ ആരംഭപ്പൂവിന് കല്ലേറ് കൊണ്ടുകൊണ്ട് തങ്ങളെ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ വന്നപ്പോ തങ്ങൾക്ക് വേദന കൊണ്ട് തങ്ങൾ ഒരു സ്ഥലത്ത് ഇരുന്നതാ. ഇൻഷാ അല്ലാഹ് ഇരുന്ന സ്ഥലം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നോടത്തുനിന്ന് വീണ്ടും തങ്ങൾ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അവിടെ തങ്ങൾ എണീപ്പിച്ച് നടത്തുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളെ കാലിൽ മുറി പറ്റി കഴിഞ്ഞാല് അവിടെ നമ്മൾ ഒന്ന് വിഷമിച്ച് ഇരിക്കുമ്പോ അവിടുന്ന് വീണ്ടും എഴുന്നേൽപ്പിക്കുക. എത്രാമത്തെ വയസ്സിലാ? 50-ാം വയസ്സിൽ നമുക്ക് ദീന് തരാൻ വേണ്ടിയാ. മനസ്സിലായില്ലേ? അങ്ങനെ മുത്താഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് നടക്കുന്ന സമയത്താണ് ഇതുപോലെ 2 സൈഡായി നിന്നുകൊണ്ട് എല്ലാവരും കൂടി എന്താണ് കല്ലേറ് നടത്താം.
കല്ലേറ് നടത്തുമ്പോൾ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ കല്ലേറ് കൊണ്ട് തങ്ങൾ വീണുപോയി. ആ വീണോടത്ത് വീണ്ടും എറിഞ്ഞു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റു. കാരണം അവിടെ വീണ് കിടക്കുമ്പോൾ അവിടെ വീണ്ടും ഏറാൻ ലഭിക്കുന്നത്. അങ്ങനെ തങ്ങൾ അവിടുന്ന് വീണ്ടും എഴുന്നേറ്റ് പോരുകയാണ്. ആ പോരുന്ന സമയത്തും തങ്ങളെ എറിഞ്ഞെറിഞ്ഞ് അത്രത്തോളം തങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. അങ്ങനെ തങ്ങൾ ആ വേദനയോട് തങ്ങൾ വന്ന ഒരു സ്ഥലമാണ് പ്രിയമുള്ളവരെ ഈ ഒരു സ്ഥലം. ഈ പള്ളി നിൽക്കുന്ന ഈ അദ്ദാസിന്റെ തോട്ടത്തിലുള്ള ഈ പള്ളി, മനസ്സിലായില്ലേ? അപ്പൊ ആ പള്ളിയിൽ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ അന്ന് ഇവിടെ ഒരു വൃക്ഷമായിരുന്നുണ്ടായിരുന്നു. അങ്ങനെ തങ്ങൾ അവിടെ അല്പം വേദനയോടെ എന്തായി ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്നു പോയി. ആ സമയത്ത് ഇവിടെ ഉണ്ടായതാണ് ഉത്ബയും ഇവ രണ്ടുപേരുടെയും തോട്ടമായിരുന്നു ഇത്. അങ്ങനെ അവരിങ്ങനെ കാണാണ് സംഗതി മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുന്ന കൂട്ടത്തിലാണ് അവരുള്ളത്. അവരും വിശ്വാസികളല്ല. പക്ഷേ മുഹമ്മദ് ഇവിടെ വല്ലാതെ വേദനിച്ച് കൈ നാട്ടുകാർക്ക് അറിയാം ആരംഭപ്പൂവിനെ, അല്ലാതെ അറിയാത്ത കൊണ്ടല്ലേ ചെയ്യുന്നത്. അതായത് നാട്ടുകാരിൽ സുപരിചിതനായ ഒരാൾ പിന്നീട് വന്നൊരു ആശയം പറഞ്ഞപ്പോഴാണ് ഇവിടെ പ്രശ്നമായത്. അങ്ങനെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ വേദനയോടെ ഇരിക്കുന്നത് കണ്ടപ്പോ തങ്ങളെ ഈ ഒത്തുബയും അവരുടെ തോട്ടത്തിലുണ്ടായിരുന്ന അല്പം പഴം, അല്പം മുന്തിരി ഒരു കൊട്ടയിലായിക്കൊണ്ട് അവിടുത്തെ അവർ ജോലിക്കാരനോട് പറഞ്ഞു, അദ്ദാസ് എന്ന ജോലിക്കാരനോട് പറഞ്ഞു, ഈ മുന്തിരി കൊണ്ടുപോയി നിങ്ങൾ അവിടെ പോയി കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെയാണ് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷീണിച്ച ആരംഭപ്പൂവിന് ആ മുന്തിരി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആരംഭപ്പൂവായി തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ആരംഭപ്പൂവ് കഴിക്കാനിരിക്കുക. ആ സമയത്ത് അദ്ദാസ് തങ്ങൾ പാപ്പാവ് തോന്നി, ഇത് നമ്മുടെ ഈ നാട്ടുകാരനല്ലല്ലോ എന്ന് തോന്നി. ആ സമയത്ത് അദ്ദാസ് തങ്ങൾ പാപ്പയോട് ആരംഭപ്പൂവ് ചോദിക്കുക, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? അദ്ദാസ് തങ്ങൾ പാപ്പ പറഞ്ഞു, ഞാൻ നീനവക്കാരനാണ്. അപ്പോ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചോദിക്കുക, നീനവക്കാരനായ യൂനുസ് ഇബ്നു മത്താ എന്നുള്ളവരെ അറിയുമോ? ഇതങ്ങ് കേട്ടതോടെ ഈ അദ്ദാസ് എന്നുള്ളവർ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അദ്ദാസ് തങ്ങൾ പാപ്പ ഇങ്ങോട്ട് ഈ രാജ്യത്തേക്ക് ജോലിക്ക് വരുന്ന സമയത്ത് നീനവയുള്ള യൂനുസ് ഇബ്നു മത്താ എന്നുള്ളവരെ ഒരാൾക്കും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള വ്യക്തിയെ ഈ വന്ന വ്യക്തി അറിയുക എന്ന് പറഞ്ഞപ്പോ ആരംഭപ്പൂവായ തങ്ങൾ തുടർന്നു, അവർ എന്റെ മുൻകാല പ്രവാചകനാണ് എന്നുള്ളതും ഞാൻ അവരുടെ പിൻഗാമിയായ പ്രവാചകനാണ് എന്നുള്ളതും പറഞ്ഞു. ഇതോടെ യൂനുസ് ഇബ്നു മത്താ തങ്ങൾ പാപ്പ എന്തായി ഈ അദ്ദാസ് എന്നുള്ളവരെ ആരംഭപ്പൂവിന്റെ കാലിൽ മുത്തി, കയ്യിലും മുത്തി. ആ സമയത്ത് ഒത്തബയും ചോദിക്കുക, ഈ അദ്ദാസ് എന്നുള്ളവരും ഈ മുഹമ്മദിന്റെ കൂട്ടത്തിൽ പെട്ടുപോയോ എന്നുള്ളത്. അങ്ങനെ ഈ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ അപ്പോൾ തന്നെ അദ്ദാസ് തങ്ങൾ പാപ്പ ഇസ്ലാം മതം സ്വീകരിച്ചു. പ്രിയമുള്ളവരെ പറഞ്ഞുകൊണ്ടിരുന്ന ചോദിച്ചാൽ അത്രയധികം അന്ന് കാലത്ത് തങ്ങൾ വേദന അനുഭവിച്ച ഒരു സ്ഥലമാണ് ഈ വേദന അനുഭവിച്ച് ഒരു താൽക്കാലിക ശമനത്തിന് വന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളി നിൽക്കുന്ന ഈ ഒരു ഇടം. മനസ്സിലായില്ലേ? അപ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടിയിട്ടാണ് അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ ഒരു വ്യക്തി തന്നെ അതിൻ്റെ ഒരു ഫീൽ നമ്മൾ മനസ്സിലായിക്കൊണ്ടായിരിക്കാം നമ്മൾ സംഭവങ്ങളെ ഓരോ സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ആരംഭപ്പോഴോട് ചോദിക്കുന്നത്, തങ്ങളെ അള്ളാഹു അറിഞ്ഞു നിങ്ങൾ ഈ ത്വായിഫുകാർ ചെയ്തു കൂട്ടിയൊക്കെ, അതുകൊണ്ട് നിങ്ങളുടെ മല കാക്കുന്ന മലക്ക് ഉടനെ തങ്ങൾക്ക് അടുത്തേക്ക് വരുന്നുണ്ട്, തങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും പറഞ്ഞു. അതായത് തങ്ങൾക്ക് ഈ നാടിന് മൊത്തം ഇല്ലാതെയാക്കണമെങ്കിൽ തങ്ങൾ പറഞ്ഞാൽ ഇല്ലാതെയാക്കും. ആ സമയത്ത് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ത്വായിഫ് എന്ന നാട്ടിൽ നിന്ന് ഒരാളെങ്കിലും അള്ളാഹുവിന്റെ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നാലോ എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ സംഭവങ്ങൾ വേണ്ട എന്നുള്ളതായിരുന്നു. അത്രയും തങ്ങൾ ക്ഷമിച്ചുകൊണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഈ ദീനീ പ്രബോധനം നടത്തിയിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ജീവിതം ഖൈറിലാക്കുമാറാവട്ടെ. നമ്മൾ ഇവിടെ ഈ സ്ഥലത്ത് വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ജീവിതം റാഹത്തിലാക്കി തരുമാറാവട്ടെ. അപ്പൊ അന്നുണ്ടായിരുന്ന തോട്ടമാണ് ഇതിനപ്പുറത്ത് കാണാനൊന്നുമില്ല, മനസ്സിലായി? ഇപ്പം അന്ന് വലിയ തോട്ടം ഇപ്പൊ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വന്നതിന് പ്രധാന ലക്ഷ്യം ഈ പള്ളിയാണ്, മനസ്സിലായി? ഈ പള്ളി മുത്തായി തങ്ങൾ ഇരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വുളു ഉള്ളവരുണ്ടെങ്കിൽ വേഗം കയറി 2 റക്അത്ത് സുന്നസിക്കുക. അല്ലാതെ ഇനി വുളു എടുക്കാനൊന്നും പോകണ്ട, എന്ന സമയമല്ല കേട്ടാ. ഉള്ളവരുണ്ടെങ്കിൽ വേഗം 2 റക്അത്ത് സുന്നസിക്കുക, വേഗം പുറത്തിറങ്ങിട്ടാ. തങ്ങൾ എറിഞ്ഞ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ചത് ശേഷം അദ്ദാസിന്റെ തോട്ടം ഒന്ന് കാണാം. ഇതാണ് പഴയ തോട്ടം, വേറെ ആയിരുന്നു. ഇതാണ് തോട്ടം ഉണ്ടായിരുന്ന സ്ഥലം.
ഇവിടെയായിരുന്നു മുന്തിരിത്തോട്ടം എല്ലാം പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിലവിൽ മൾബറി, അതുപോലെ തന്നെ നമ്മൾ അത്തിപ്പഴം, അതുപോലെ തന്നെ മറ്റു പല ഫ്രൂട്ട്സുകളും കൃഷിയുണ്ട്. ഏതായാലും അത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മുടെ ഹസന ഉംറ സംഘം എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഈ മതിലിനപ്പുറത്ത് കാണുന്ന അതാണ് നമ്മുടെ തോട്ടം. ഇവിടെയുള്ള ഇവിടെയുള്ള മനോഹരമായ ഈ മൾബറിയൊക്കെ ഇവിടെ ഉണ്ടാവട്ടെ, മൾബറിയൊക്കെ ഇവിടെ ഉണ്ടാവണം. ഇതാണ് അദ്ദാസ് തങ്ങളുപ്പാപ്പ, അദ്ദാസ് പള്ളി എന്നതിൽ അറിയപ്പെടുന്ന പള്ളി. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് തങ്ങൾ വേദന അനുഭവിച്ചുകൊണ്ട് ഇവിടെ വന്ന് ആ സമയത്ത് തങ്ങൾ അല്പനേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്ന സ്ഥലമാണ് അദ്ദാസിന്റെ തോട്ടം. ആ സ്ഥലത്തു നിന്നുള്ള പള്ളിയാണിത്. അദ്ദാസിന്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളി മസ്ജിദ് അദ്ദാസ്. അമ്മോ അങ്ങനെ നമ്മുടെ ഉംറക്കാരൊക്കെ ഹസന ഉംറ സംഘമൊക്കെ അദ്ദാസ് തങ്ങളുപ്പാപ്പാന്റെ പള്ളിയിൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആരംഭപ്പൂവായ തങ്ങൾ വന്നിരുന്ന സ്ഥലം, തങ്ങൾ അല്പനേരം ക്ഷീണം കൊണ്ട് വന്നിരുന്ന സ്ഥലം, ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാൻ നിസ്കരിക്കാൻ വേണ്ടി കയറിയതാണ്. ഇത് ലോകത്ത് ആദ്യമായി മിനാർ നിർമ്മിച്ച പള്ളിട്ടാ. ബാക്കിയുള്ളപ്പോ കാണാം. കണ്ട ആ പോലീസ് വണ്ടി ഇവിടെ ഇതെവിടെയാണ്? എല്ലാരും വലത് ഭാഗത്തേക്ക്, വലത് അവിടെ കണ്ട വലത് കെട്ടിനോട് കല്ലുണ്ടെങ്കിൽ വലത് ഭാഗത്ത് കെട്ടിന് കണ്ടുണ്ടോ? ആ അവിടെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന സ്ഥലട്ടാ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലേ, ഇത് മസ്ജിദ് റസൂൽ. അതുപോലെ തന്നെ ആ മുകളിലെ വലത് ഭാഗത്ത് നോക്കി ഒരു 2 കല്ല് ചെറിയ തടഞ്ഞ് വലിയ പാറക്കല്ല് കണ്ടാണ്. അതാണ് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിൽ ഇട്ട് തങ്ങളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച പാറക്കല്ല്. നടന്നിട്ടില്ല, പക്ഷെ അന്നുണ്ടായ. പക്ഷെ അങ്ങനെ നമ്മുടെ ഉംറ സംഘം ഇവിടെ ഖർനുൽ മനാസിൽ എത്തിയിട്ടുണ്ട്. സയ്യിദുൽ കബീർ ഹജ്ജിന്റെ മീഖാത്താവുന്ന ഖർനുൽ മനാസിൽ.